മക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് 28 സബ് ജില്ലയിൽ നടന്ന അക്ഷരമുറ്റം ക്വിസിൻ്റെ LP തലം ചോദ്യങ്ങളാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സിമ്പിളായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനലിൽ നൽകിയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മക്കൾക്ക് നന്നായിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ് വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ മികവിനുള്ള അംഗീകാരമായി ജേഴ്സി നമ്പറും ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ വിരമിച്ചതായി പ്രഖ്യാപിച്ചു. ഏതാണ് ആ നമ്പർ? 16. ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 9 അവാർഡുകൾ വാരിക്കൂട്ടിയ ആടുജീവിതത്തിൽ ആരെ അവതരിപ്പിച്ചതിനാണ് പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്? നജീബ് മുഹമ്മദ്. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യത്തെ പറ്റിയും ചിന്തിക്കേണ്ടി വരും. ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണ്. അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണ്. പ്രശസ്തമായ ഒരു കത്തിലെ വരികളാണിവ. ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്ത്? ജവഹർലാൽ നെഹ്റു മകൾക്കയച്ച കത്തുകളാണ്. അതിൻ്റെ പ്രസിദ്ധീകരണമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ചോദ്യം, ഈ പ്രശസ്തമായ പെയിൻറ്റിങ് വരച്ചതാര്? ചിത്രത്തിൻ്റെ പേര് ഹംസവും ദമയന്തിയുമാണ്. രാജാ രവിവർമ്മയാണ് വരച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 18ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ 3818 എങ്കിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും? 3801. ആറാമത്തെ ചോദ്യം, ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. ഇത് ആരുടെ കവിതയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഒന്നാമത്തെ ചോദ്യം ഒരു കടങ്കഥയാണ്. 12 ആളുകൾ കാവൽ നിൽക്കും ചന്ദ്രമിഴന്നൊരു കൊട്ടാരം. വലിയമ്മാവനും ചെറിയമ്മാവനും റോന്തു ചുറ്റും കൊട്ടാരം. കൊട്ടാരത്തിൽ നിന്നും ഇടയ്ക്കിടെ മണിയടി കേൾക്കാൻ കട്ടായം. ഇതാണ് ഈ കൊട്ടാരം. ക്ലോക്ക്. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ചിത്രാട്ടോ. ഈ ചിത്രം ആരുടേതാണ്? കേരളത്തിൻ്റെ സ്പീക്കറായ MN ഷംസീർ. ഈ ഒരു ദേശീയ പതാകയാണ് കാണിക്കുന്നത്. ഇത് ഏത് ഏഷ്യൻ രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ്? ഇപ്പോൾ നടക്കുന്ന സംഭവമായിട്ട് പ്രാധാന്യമുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഷെയ്ഖ് ഹസീന രാജിവെച്ചു. ഇപ്പോൾ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യന്, കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അമിതമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെട്ടതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും ഉയരത്തിലുള്ള മറ്റു വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഡാഷ്. എന്താണ് അതിന് പറയുക? ഉരുൾപൊട്ടൽ. ചിത്രത്തിൽ കാണുന്ന സംഗീതോപകരണം തിരിച്ചറിയുക. ആൻസർ മദ്ദളം. അടുത്തതൊരു ചിത്രമാണ്. ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഏത് നേതാവിൻ്റെ ചിത്രമാണിത്? AK ഗോപാലൻ. ഏത് ഐതിഹാസിക സമരത്തിൻ്റെ സ്മാരകമാണിത്? ഉപ്പു സത്യാഗ്രഹം. ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട 2 ധീര ദേശാഭിമാനികൾ ആരൊക്കെ? രാജഗുരു, സുഖ്ദേവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ്? കോട്ടയം. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രമാണിത്. പാർലമെൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിംഗ് എഴുതുക. പാർലമെൻറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ജില്ല ഏതാണ്? വയനാട്. അടുത്തതൊരു കവിയുടെ ചിത്രമാണ്. ഏത് കവിയുടെ ചിത്രമാണിത്? വയലാർ രാമവർമ്മ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഏത് ദിവസമാണ്? ആഗസ്റ്റ് 23. രണ്ടാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത്? ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലാണ്. മക്കളെ, സിമ്പിളാണല്ലേ ക്വസ്റ്റ്യൻസൊക്കെ? ആദ്യം തന്നെ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഏതാണ് ആൻസർ? ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. ആണോ? കോട്ടയം ജില്ലയിലാണോ? അല്ല. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് അല്ലേ? അതിൻ്റെ മറ്റൊരു പേരെന്താണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ആരാണ്? K രാജൻ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ബാലതാരമായ മലയാളി? ശ്രീപദ്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യവനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം.
അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്. ഇത് രചിച്ചതാര്? ONV കുറുപ്പ്. ഒരു വ്യാഴവട്ടം എത്ര വർഷങ്ങൾ ചേർന്നതാണ്? 12. മക്കളെ, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതാണ്. LSSന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായി പഠിക്കുക.